നമസ്കാരം. 13-ാം വാർഡ് ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ള വോട്ട് ചോർച്ച. ഈ വോട്ട് ചോർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് UDFൻ്റെയും LDFൻ്റെയും കൺവീനർമാർ മാറുമീഡിയയുമായി ചേരുകയാണ്. നമസ്കാരം EN പ്രേംനാഥ്. നമസ്കാരം. പ്രേംനാഥ്, ഞാൻ ചോദിക്കുന്ന, അതായത് നിങ്ങൾ 13-ാം വാർഡ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ LDFൻ്റെ തെരഞ്ഞെടുപ്പ് കൺവീനറായിരുന്നു. ഇതിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടവുമില്ല കോട്ടവുമില്ല. കാരണം കഴിഞ്ഞ തവണ കിട്ടിയിരുന്ന 215 വോട്ടുകൾ അത് നിലനിർത്തി. അതിലൊരു വോട്ട് കുറയുകയോ ഒരു വോട്ട് കൂടുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ അർത്ഥം കോട്ടവുമില്ല നേട്ടവുമില്ല. സത്യത്തിൽ അങ്ങനെ ആയിരുന്നോ വേണ്ടിയിരുന്നത്? കാരണം LDFൻ്റെ പ്രചരണം, അല്ലെങ്കിൽ LDF ആ ഭാഗത്ത് ആ 13-ാം വാർഡിൽ നടത്തിയിട്ടുള്ള പ്രചരണത്തിൻ്റെ പോരായ്മയാണ് എന്ന് പറഞ്ഞാൽ തെറ്റാണോ? തെറ്റാണ്. വിശദീകരിക്കും. LDF നന്നായി പ്രചരണം നടത്തിയിട്ടുണ്ട് എന്നതൊരു വസ്തുതയാണ്. എല്ലാ പ്രചരണവും നടത്തിയിട്ടുണ്ട്. പ്രചരണം നടത്താത്ത പ്രശ്നമൊന്നും ഉണ്ടായില്ല. പ്രചരണത്തിൻ്റെ ഫലം അതാണ്. കുറവുണ്ടായിട്ടില്ല. പ്രചരണത്തിന് കുറവുണ്ടായിട്ടല്ലോ, വോട്ട് കൂടുകയോ വോട്ട് കുറയുകയോ ചെയ്തില്ല. അതിൻ്റെ കാരണമാണ് ഞാൻ ചോദിക്കുന്നത്. വോട്ട് കൂടണ്ടേ? സാധാരണ അതേ രീതിയിൽ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വോട്ട് കൂടണം. വോട്ട് കൂടിയിട്ടില്ല, വോട്ട് കുറഞ്ഞിട്ടുമില്ല. അതേക്കുറിച്ച് അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത, സ്വാധീനം കുറഞ്ഞ ഒരു വാർഡാണ് 13-ാം വാർഡ്. 13-ാം വാർഡിൻ്റെ ചരിത്രം അറിയുന്നവർക്ക് അതറിയാം. കാലങ്ങളായിട്ട് UDFനെ വിജയിപ്പിക്കുന്ന ഒരു വാർഡാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സ്വാധീനം കുറഞ്ഞ ഒരു വാർഡാണ് 13-ാം വാർഡ്. ആ വാർഡിൽ ഈ സാഹചര്യത്തിലും ഞങ്ങളൊട്ടും പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങളുടെ ശക്തി നിലനിർത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് കോട്ടമല്ല, നേട്ടം തന്നെയാണ് എന്നാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. പക്ഷേ അതിൽ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ തവണ ഈ ഒന്നാം ബൂത്തിൽ ഉണ്ടായിരുന്ന വോട്ടുകൾ LDFന് കുറഞ്ഞു. കാരണം അതിന് പകരം രണ്ടാമത്തെ ബൂത്തിലാണ് വോട്ടുകൾ അതായിട്ട് ബാലൻസ് ചെയ്തിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നാം ബൂത്തിൽ ഉണ്ടായിരുന്ന ആൾക്കാരുടെ വോട്ട് കുറയുകയും രണ്ടാമത്തെ ബൂത്തിൽ വോട്ട് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ എന്തുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമാക്കാൻ പറ്റില്ലേ? അല്ല, ഇതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്താ അറിയോ, വിചിത്രമായ ഒരു പ്രചരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം UDFൻ്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. അതിൽ SDPIക്ക് വോട്ട് കൂടിയത് അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ് എന്ന രൂപത്തിലുള്ള ഒരു പ്രചരണം. അല്ല, അതിൽ അർത്ഥമില്ലല്ലോ. കാരണം LDFന് കിട്ടിയ വോട്ട് അതുപോലെ നിലനിർത്തിയില്ല. വോട്ട് ചോർന്നിരിക്കുന്നത് UDF എന്നാണെന്നുള്ള വ്യക്തമാണ്. അത് പകൽ വ്യക്തമാണ്. അപ്പം കഴിഞ്ഞ പ്രാവശ്യം UDFന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ 805 വോട്ടാണ്. 590 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് കിട്ടിയിരുന്നത് 2020 തെരഞ്ഞെടുപ്പിൽ. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഭൂരിപക്ഷം പോലും ഇപ്രാവശ്യം അവർക്ക് ടോട്ടൽ വോട്ടായിട്ട് കിട്ടിയില്ല. 573 വോട്ടാണ് ആകെ UDFന് കിട്ടിയത്. അവരുടെ പരാജയം അവിടെ നിൽക്കട്ടെ. ഞാൻ ചോദിക്കുന്നത്, LDFൻ്റെ പരാജയത്തിൻ്റെ കാരണങ്ങളിൽ ഒന്ന്, LDFൻ്റെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ എന്തെങ്കിലും, അതായത് ജനസ്വാധീനമോ അല്ലെങ്കിൽ LDFൻ്റെ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുത്തതിൽ ഒരു അപാകതയും സംഭവിച്ചിട്ടില്ല. അടുത്തത് LDFൻ്റെ ഇപ്പോൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, അതായത് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിന് പകരം മറ്റൊരു സ്വതന്ത്ര ചിഹ്നമായിരുന്നെങ്കിൽ വോട്ട് കൂടാനുള്ള ചാൻസ് ഇല്ലായിരുന്നോ? അങ്ങനെ വിലയിരുത്താൻ കഴിയില്ല. ഈ ചിഹ്നം ഏതായാലും അങ്ങനെയല്ലല്ലോ. നമ്മളിപ്പോൾ പലപ്പോഴും ഏതായാലും സ്ഥാനാർത്ഥിക്കാണല്ലോ വോട്ട് കൊടുക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം തന്നെയാണ്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അതിലിപ്പോൾ UDFൻ്റെ വോട്ടുകളും LDFൻ്റെ സ്ഥാനാർത്ഥികളും. എന്നാൽ വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുള്ള ആൾക്കാർ ഒരിക്കലും ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ UDFൻ്റെയോ കോൺഗ്രസിൻ്റെയോ ലീഗിൻ്റെ ആൾക്കാർ എല്ലാ സ്ഥാനാർത്ഥികളും സ്വതന്ത്ര ചിഹ്നത്തിലൊന്നും നല്ലല്ലോ മത്സരിക്കുന്നത്. പാർട്ടി ചിഹ്നത്തിൽ തന്നെ മത്സരിക്കുന്നുണ്ട്. UDF മത്സരിച്ച് എങ്ങനെയാണ് പാർട്ടി ചിഹ്നത്തിലല്ലേ? അവർ കൈപ്പത്തി ചിഹ്നത്തിലല്ലേ മത്സരിച്ചു. പക്ഷേ ഇവിടെ LDFന് എന്തുകൊണ്ട് അങ്ങനത്തെ നിങ്ങൾക്ക് സ്വാധീനമില്ലാത്തൊരു സ്ഥലത്ത്, പ്രസക്തമായ ചോദ്യങ്ങളാണ്. സ്വാധീനമില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കൽപ്പള്ളി വാർഡിൽ കഴിഞ്ഞ തവണ LDFൻ്റെ അത് ഇതേപോലെയുള്ള ഒരു കോട്ടയാണല്ലോ കൽപ്പള്ളി വാർഡ്. അതാത് സമയത്ത് പാർട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ചോദിച്ചത് കൂടുതൽ ചർച്ചയുടെ ആവശ്യമില്ല. ഞാൻ ചോദിക്കുന്നത്, സ്വതന്ത്ര ചിഹ്നമായിരുന്നെങ്കിൽ വോട്ടുകൾ അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നില്ല. അടുത്ത് ഞാൻ ചോദിക്കുന്നത്, ഈ സമയത്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ
അവിടെ അദ്ദേഹം മുൻ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടുത്തെ മെമ്പർ മരിക്കാനിടയായ കാരണം അദ്ദേഹത്തിന് സീറ്റ് കിട്ടില്ല എന്ന് അറിഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്ന രീതിയിൽ ഒരു വാർത്ത ഒരു അഭിമുഖത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ജനങ്ങളെ ആരുടെ LDFിൻ്റെ സ്ഥാനാർത്ഥിയോട് അങ്ങനെ പറഞ്ഞില്ലല്ലോ. ഒരു വ്യക്തി പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? ഏത് വ്യക്തി പറഞ്ഞു? ഞാൻ തെളിയിച്ചു തരാം. എനിക്കറിയില്ല, ഞാനങ്ങനെ അറിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ സ്വാധീനം, അതായത് ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന മെമ്പർ മരിക്കാനിടയായത് അദ്ദേഹം രാജിവെക്കേണ്ടി വരും എന്നുള്ള മാനസിക ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞിട്ടുണ്ട്? സ്ഥാനാർത്ഥിയായിട്ടുള്ള ഒരു അഭിമുഖത്തിൽ ഉണ്ടായിട്ടുണ്ട്, ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ സത്യത്തിൽ വാർഡിൽ നടക്കുന്ന പ്രചരണം എന്ന് നിങ്ങൾ അറിയേണ്ട ഒരു കൺവീനർ എന്ന നിലയിൽ നിങ്ങൾ അറിയേണ്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല. അല്ല, ഞാൻ അറിഞ്ഞില്ല എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഓക്കെ, നിലവിൽ ഇപ്പം ഇതിൻ്റെ ഈ പരാജയം എന്ന് പറയുമ്പോൾ ഇവിടെ SDPI എന്ന് പറയുന്ന ഒരു സംഘടനയ്ക്ക് വേരൂന്നാനുള്ള ഒരു സാഹചര്യമാണ് ഉയർത്തിയിരിക്കുന്നത്, LDF ആയാലും UDF ആയാലും. അതുകൊണ്ട് തന്നെയാണ് അതായത് രണ്ടാം കക്ഷിയായിട്ട് പറയട്ടെ. LDF ആയാലും UDF ആയാലും എന്ന് പറയുന്നതിൽ ഒരർത്ഥമില്ല. LDF അല്ല, LDF ആയാലും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? പിന്നെ LDF അല്ലല്ലോ. LDF അങ്ങനെ പറയാം. LDFിൻ്റെ വോട്ട് കുറയുകയും SDPIൻ്റെ വോട്ട് കൂടുകയും ചെയ്തു എന്നാണെങ്കിൽ ആ പറയുന്നതിൽ അർത്ഥമുണ്ട്. എന്നാൽ LDFിൻ്റെ വോട്ട് ഒട്ടും കുറയാതെ UDFിൻ്റെ വോട്ട് കുറയുകയും SDPIൻ്റെ വോട്ട് കൂടുകയും ചെയ്താൽ അതിന് LDF സമാധാനം പറയണം എന്ന് പറഞ്ഞാൽ എന്താ? അല്ല, LDF സമാധാനം പറയണില്ല. ഞാൻ ചോദിക്കുന്ന കണക്കുകൾ വ്യക്തമാക്കുന്നത് LDFിൻ്റെ വോട്ടുകളൊന്നും പോയിട്ടില്ല. കണക്കുകൾ വ്യക്തമാക്കുന്നത് UDFിൻ്റെ, അതായത് വളരെ ക്ലിയറാണ് സംഭവം. കോൺഗ്രസ്സിനോടുള്ള മുസ്ലിം ലീഗിലെ അസംതൃപ്തി SDPIക്ക് വോട്ടായിട്ട് മാറിയിട്ടുണ്ട്. അത് സത്യമാണ് എന്നാണ് ഇതിൽ നിന്ന് തെളിയുന്നത്. അല്ലാതെ ഇടതുപക്ഷ മുന്നണീൻ്റെ വോട്ട് SDPIക്ക് പോയതല്ല. ഇതൊരു നല്ല പ്രവണതയാണെന്ന് നമുക്ക് അഭിപ്രായമില്ല. അതാണ് ഞാൻ ചോദിക്കുന്നത്. നല്ല പ്രവണതയല്ല. SDPIക്ക് വോട്ട് കൂടുന്നത് ഒരു നല്ല പ്രവണതയാണ് എന്ന് നമുക്ക് അഭിപ്രായമില്ല. കാരണം ഭൂരിപക്ഷ വർഗീയതയുടെ ആപത്ത് പെരുകി വരുന്ന ഒരു കാലത്താണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. ഭൂരിപക്ഷ വർഗീയതയെ ന്യൂനപക്ഷ വർഗീയ തീവ്രവാദം കൊണ്ട് ചെറുത്ത് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, ഭൂരിപക്ഷ വർഗീയതയ്ക്ക് ഇന്ധനമായി മാറുകയാണ് ന്യൂനപക്ഷ വർഗീയ തീവ്രവാദം ചെയ്യുക. കാരണം ന്യൂനപക്ഷ വർഗീയതയുടെ തീവ്രതയെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഭൂരിപക്ഷ വർഗീയവാദി മതനിരപേക്ഷവാദിയായ ഹിന്ദുവിനെ പോലും വർഗീയവാദിയാക്കി മാറ്റുക. ഇതിൻ്റെ അർത്ഥം ഈ വാർഡിൽ നടന്നിരിക്കുന്നത് സത്യത്തിൽ ഈ UDFിൻ്റെ ഉള്ളിൽ നടന്നിരിക്കുന്ന വടംവലിയുടെ ഫലമായി അതിൻ്റെ മുതലെടുപ്പ് രണ്ടാം കക്ഷിയായിട്ട് മുതലെടുപ്പ് വളരെ നമ്മൾ അപകടകരമായി കാണേണ്ട. SDPIക്ക് സ്വാധീനം വർദ്ധിക്കുന്നു എന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിനെ തടയുക വേണ്ടത്. ഓക്കെ, അതിന് തടയിടണമെങ്കിൽ എന്താ? ആളുകളുടെ മനസ്സിൽ നല്ല മതനിരപേക്ഷ ബോധം ഉണ്ടാവുക എന്നുള്ള പ്രശ്നം. മനസ്സിലല്ലേ? ഏതൊരു തരത്തിലുള്ള അസംതൃപ്തി ആയാലും ആ അസംതൃപ്തി തെറ്റായ ചാനലിലേക്ക് വഴിതിരിഞ്ഞു പോകരുത്. അല്ല, ഇത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട പരിപൂർണ്ണ ഉത്തരവാദിത്തം LDF എന്ന് പറയുന്ന ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ കക്ഷിക്കില്ലേ? അതെ, ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള നിരന്തര പ്രവർത്തനം തന്നെയാണ് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം. അത് വീണ്ടും എല്ലാ രാഷ്ട്രീയ പ്രവർത്തനവും ജനങ്ങളെ ഈ മതനിരപേക്ഷതയുടെ പ്രാധാന്യത്തെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയുള്ളതാണ്. 13ാം വാർഡിൽ സംഭവിച്ചത് ശരിയായൊരു പ്രവണത അല്ല എന്ന് താങ്കൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഉണ്ട്. ഇതല്ലോ ആർക്കും ബോധ്യം. എനിക്ക് മാത്രമല്ല, അതാർക്കും ബോധ്യപ്പെടും. UDF എവിടെയെങ്കിലും ദുർബലപ്പെടുന്നുണ്ടെങ്കിൽ ആ ദുർബലപ്പെടുന്നത് ഈ വർഗീയവാദികൾക്ക് ഗുണമായിട്ട് മാറാൻ പാടില്ല. അത് മതേതരത്വത്തിന് ഗുണമായി മാറുക വേണ്ടത്. ഇത്തരം ബോധവൽക്കരണം ഇനി ഈ വാർഡുകളിലോ അല്ലെങ്കിൽ ജനങ്ങളുടെ ഞങ്ങൾ നടത്തുന്നത് തന്നെയാണ്. ഇപ്പോൾ എല്ലാ സ്ഥലത്തും നടത്തുന്നത് തന്നെയാണ്. ഇനി തുടർന്ന് ഞങ്ങൾ ഭൂരിപക്ഷ വർഗീയ തീവ്രവാദത്തിനും ന്യൂനപക്ഷ വർഗീയ തീവ്രവാദത്തിനും എതിരായ നിലപാടിൽ അചഞ്ചലമായി അടിയുറച്ച് നിൽക്കുന്ന പ്രസ്ഥാനം. അതൊക്കെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഈ ഒരു വാർഡിനെ സംബന്ധിച്ച് നടക്കുമ്പോൾ ഇത് എല്ലാ സ്ഥലങ്ങളിലും സംഭവിക്കാൻ പോകുന്ന ഒരു വിഷയമായിട്ട്, കാരണം UDFിൻ്റെ ബലഹീനത തന്നെയാണ് ഈ വെളിവാക്കുന്നതെന്നാണ് താങ്കളുടെ അഭിപ്രായത്തിൽ? കാരണം അവരാണല്ലോ ഈ അവരുടെ ഉള്ളിലുള്ള ഈ പ്രശ്നങ്ങൾ
അത് പുറത്തേക്ക് വരുന്നതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ മുതലെടുപ്പ് നടത്താൻ SDPI പോലുള്ള വർഗീയ സംഘടനകൾ അതിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. അക്കാര്യത്തിൽ ജനങ്ങൾ നല്ല ജാഗ്രത പാലിക്കണം. അത് നമ്മളെ മതനിരപേക്ഷതയെ അപകടപ്പെടുത്തുന്ന പ്രവണതയാണ്. അത് നല്ല രൂപത്തിൽ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യകത ആണ് ഇതിൽ നിന്നും തെളിഞ്ഞു വരുന്നത്. ഓക്കെ, ഈ വിശകലനത്തിൽ താങ്കൾ പറയുന്നത് LDFനെ സംബന്ധിച്ചിടത്തോളം നേട്ടവുമില്ല കോട്ടവുമില്ല, ഞങ്ങൾ നിലനിർത്തി. പക്ഷേ ഇതിൽ പോലും കുറച്ചുകൂടെയൊക്കെ LDFന് അവിടെ സ്വാധീനം ചെലുത്താൻ പറ്റുമായിരുന്നു എന്ന്. അങ്ങനെയല്ല. LDFന് പിന്നെ നേട്ടം ഉണ്ടായിട്ടുണ്ട്. കാരണം 215 വോട്ട് എന്ന് പറഞ്ഞാൽ അത് 100% പിന്നെ CPM ആളുകളുടെയോ അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരുടെയോ മാത്രം വോട്ടാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത് മനസ്സിലായല്ലോ. കാരണം അല്ലാത്ത വോട്ടും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇടതുപക്ഷത്തിന് അവിടെ ക്ഷീണമൊന്നും സംഭവിച്ചിട്ടില്ല. ഓക്കെ. എന്നാൽ UDFന് നല്ല ക്ഷീണം അവിടെ സംഭവിക്കുകയും ചെയ്തു. ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ഈ സമയം ചെലവഴിച്ചതിന് ഒരുപാട് നന്ദി. നമസ്കാരം. നമസ്കാരം ഇസ്മായിൽ മാസ്റ്റർ. നമസ്കാരം. താങ്കൾ മാവൂർ പഞ്ചായത്ത് UDFൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനാണ്. 13ാം വാർഡിലെ തെരഞ്ഞെടുപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടാണ് താങ്കളോടുള്ള ചില ചോദ്യങ്ങൾ. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ UDF വിജയിച്ചു. ഇത് പരിപൂർണമായ ഒരു വിജയമായിരുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഗ്രാമപഞ്ചായത്തുകളിലേക്കൊക്കെ തെരഞ്ഞെടുപ്പ്, ഇത് പ്രത്യേകിച്ച് ഉപതെരഞ്ഞെടുപ്പ്, സ്വാഭാവികമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ രാഷ്ട്രീയമായ ഒരു സമവാക്യത്തിലൂടെ അല്ല പലപ്പോഴും കാണാറുള്ളത്. ഞങ്ങൾ 13ാം വാർഡിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പിലുണ്ടായ സാഹചര്യം ഞങ്ങളുടെ സ്ഥാനാർത്ഥി, ഞങ്ങളുടെ വിജയിച്ച മെമ്പർ അബ്ദുൽ കരീം സാഹിബിൻ്റെ മരണത്തോടനുബന്ധിച്ച് വന്നതാണ്. അങ്ങനെ ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾ കോൺഗ്രസും ലീഗും തമ്മിൽ ചെറിയ രീതിയിലുള്ള പിന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയുള്ള ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ അഭിപ്രായത്തിലല്ല, അതായത് 2009 ഒരു നിയമം, അതായത് UDF ഒരു തീരുമാനം ഉണ്ടായിരുന്നു. നമ്മൾ ഏത് വാർഡാണെങ്കിലും ഏത് പഞ്ചായത്താണെങ്കിലും ഏത് ഇപ്പം പഞ്ചായത്താണെങ്കിലും ജില്ലാ പഞ്ചായത്താണെങ്കിലും മണ്ഡലത്തിലാണെങ്കിലും UDFൻ്റെ അതിൽ കോൺഗ്രസിൻ്റെ സീറ്റ് കോൺഗ്രസിന് തന്നെയും ലീഗിൻ്റെ സീറ്റ് പരാജയപ്പെട്ടാൽ അത് തുടർന്ന് പോകാം. പക്ഷേ 2010 ഇത് തിരിച്ച് ലീഗിൻ്റെ തന്നെ കോട്ടയായിട്ടുള്ള 13ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ടുള്ള നമ്മളെ വളപ്പിൽ റസാക്ക് മത്സരിക്കും, ജയിക്കുകയും ചെയ്തു. അതൊരു മാറ്റം ഉണ്ടായിരുന്നു. ശരി, രണ്ടാമത് കരീം ക മരിച്ചോളൂ, നമ്മുടെ ബഹുമാനപ്പെട്ട നല്ലൊരു പ്രവർത്തകനും ഉള്ള അത്രയ്ക്കും സ്നേഹിക്കുന്ന കരീം ക മരിച്ചതിന് ശേഷം നിങ്ങൾ തമ്മിൽ, അതായത് UDFൻ്റെ ഉള്ളിലുള്ള ഒരു തീരുമാനമായിരുന്നു മാറ്റിക്കൊടുക്കുക. അതിന് എതിരെ നിന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 13ാം വാർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പകരം വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് അതിൽ യാദൃശ്ചികമായി ഉണ്ണികൃഷ്ണൻ ജയിക്കപ്പെട്ടു, അതായത് LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. വീണ്ടും വരുന്നത് കരീം കയ്ക്ക് പകരം കരീം ക മരിക്കുന്നതിന് തൊട്ട് മുമ്പ് അതായത് കരീം ക മരിച്ചതിന് ശേഷം വീണ്ടും വരുമ്പോൾ അവിടെ ലീഗിൻ്റെ സ്ഥാനാർത്ഥിക്ക് പകരം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്നു. വന്നു അങ്ങനെ ആര് മത്സരിക്കണം എന്നുള്ള കാര്യത്തിൽ സ്വാഭാവികമായിട്ടും ജനാധിപത്യ സംവിധാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലുള്ള ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഈ ചെറിയ ഒരു ആര് മത്സരിക്കും, ലീഗ് വേണോ കോൺഗ്രസ് വേണോ എന്നുള്ളതുണ്ടായിരുന്നു. എന്നുള്ളതല്ലാതെ മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. എന്തായിരുന്നാലും ജില്ലാ നേതൃത്വത്തിൽ ഇടപെട്ട് പിന്നെ നമ്മൾ കരാർ പ്രകാരം കോൺഗ്രസിന് കൊടുക്കേണ്ടതാണ് എന്ന് അടിസ്ഥാനത്തിലാണ് വളപ്പിൽ സ്ഥാനാർത്ഥി അവിടെ വരുന്നത്, ജില്ലാ നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരം. പക്ഷേ നമ്മൾ സാധാരണഗതിയിൽ മത്സരിക്കുമ്പോൾ, ഒരു പഞ്ചായത്തിൽ വാർഡിൽ മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും മത്സരിക്കുമ്പോൾ, ഒരു UDF ആണെങ്കിൽ LDF ആണെങ്കിൽ അവർ 2 പേരെയാണ് വെക്കുക. ഒന്ന് നാമനിർദ്ദേശ പത്രിക കൊടുക്കുമ്പോൾ ഒന്ന് ഒരു നോമിനി ഉണ്ടായിരിക്കും. ഇവിടെ മാവൂർ പഞ്ചായത്തിൽ 13ാം വാർഡിൽ നോമിനേഷൻ കൊടുത്ത സമയത്ത്, അതായത് സാധാരണ സംഭവിക്കുന്നതിന് പകരമായിട്ട് ലീഗിൻ്റെ സ്ഥാനാർത്ഥി കൂടെ അവിടെ നാമനിർദ്ദേശ പത്രിക കൊടുത്തു, UA ഗഫൂർ. 3 പേരാണ് അവിടെ വന്നിരിക്കുന്നത്. അതെ, കൊടുത്തു. പക്ഷേ അങ്ങനെ കൊടുക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഞങ്ങൾ ഈ സംസാരങ്ങൾ അങ്ങോട്ടും കോൺഗ്രസും ലീഗും തമ്മിലുള്ള മുന്നണി സംബന്ധമായുള്ള കാര്യങ്ങളിൽ തീരുമാനം ആവുന്നതിൽ അവസാനമാണ്. ആ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് അത് തീരുമാനമായിട്ടില്ല. അതുകൊണ്ട് നോമിനേഷൻ കൊടുക്കുന്ന സമയമായപ്പം നമ്മൾ ലീഗ് ഒരു കെയർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ അഡ്വാൻസ് ചെയ്തു. പ്രാദേശിക ലീഗ് നേതൃത്വത്തിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് UA ഗഫൂർ നാമനിർദ്ദേശം. കറക്റ്റ്, അത് ഞാൻ പറയുന്നത് അത് തന്നെയാണ്. കാരണം അത് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ കാര്യത്തിൽ അന്തിമമായ തീരുമാനത്തിൽ ഞങ്ങൾ എത്തിയിട്ടില്ല.
നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞതിന് അല്ല തന്നെ മാഷ് പറയുന്നതിലൊക്കെ നമ്മൾ അതായത് 5 വർഷമായിട്ട് ഭരിക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ വ്യക്തമായി നിങ്ങൾ തമ്മിൽ ഒരു ധാരണ ഉണ്ടാവും. ഈ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇന്ന ആള് ഇത്ര വർഷം, RMP ഇത്ര വർഷം, നമ്മൾ ഇത്ര വർഷം, ഉമ്മർ മാഷ് കഴിഞ്ഞാൽ രഞ്ജിത്ത് കഴിഞ്ഞാൽ കോൺഗ്രസ്, അതിൽ വാസന്തി വിജയം വന്നു. ഇപ്പോൾ വാസന്തി വിജയൻ പ്രസിഡന്റാണ്. ഓക്കെ, ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഈ ഇതിൽ വരുന്നൊക്കെ നിങ്ങൾ നേരത്തെ തീരുമാനിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളാണല്ലോ. അത് തീരുമാനിച്ചുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ കരീമിൻ്റെ മരണശേഷം ആര് നിൽക്കണം, ആരാണ് അവിടെ സ്ഥാനാർത്ഥിയാവേണ്ടത് എന്നുള്ളതിലായിരുന്നു തർക്കം. ഞങ്ങൾ വിയോജിപ്പില്ല, അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസം ലീഗിൻ്റെ സ്ഥാനാർത്ഥി ഇല്ലേ നല്ല, അതായത് ഞാൻ ചോദിക്കുക, ലീഗിന്റെ കോട്ടയിൽ ലീഗിന് നല്ലൊരു സ്ഥാനാർത്ഥി യുവാക്കള്, അതേമാതിരത്തെ ഈ പാർലമെന്റ് വാർഡിൽ ആളില്ലാത്തതുകൊണ്ടാണോ നിങ്ങൾ കോൺഗ്രസ് നാളെ എടുത്തിരിക്കുന്നത്? അത് ഞങ്ങൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ UDF സംവിധാനം മാവൂർ പാർലമെന്റ് മാത്രമല്ലല്ലോ, ഇതിപ്പോൾ സംസ്ഥാനം മുഴുവൻ നിലനിൽക്കുന്നതാണ്. ആ സംസ്ഥാന തലങ്ങളിൽ വരുന്ന ചർച്ചകളും കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് പഞ്ചായത്തുകളിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഇടപെടുമ്പോൾ നമ്മൾ ജില്ലാ കമ്മിറ്റിക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ സോൾവ് ചെയ്യേണ്ടതും ഫൈനൽ തീരുമാനം എടുക്കേണ്ടതും ജില്ലാ നേതൃത്വം തന്നെയാണ്. അവരങ്ങനെ എടുത്തു. ആ തീരുമാനം എടുക്കാൻ വൈകി എന്നുള്ളതിൻ്റെ പേരിലാണ് ഞങ്ങൾ 2 നോമിനേഷൻ കൊടുത്തത്, കോൺഗ്രസും ലീഗും കൊടുക്കാൻ കാരണം. അല്ലാതെ വിമതനായിട്ടോ മറ്റോ അഭിപ്രായ ഉണ്ടായിട്ടോ അല്ല, ലീഗ് നേതൃത്വം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഗഫൂർ നോമിനേഷൻ കൊടുത്തത്. അത് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പിൻവലിക്കുന്നത്. അതാണ് അതിൻ്റെ വസ്തുത. പ്രാദേശിക നേതൃത്വത്തിനാണല്ലോ അവിടുത്തെ സ്പന്ദനം അറിയാവുന്നത്. അതായത് ഒരു വാർഡിലെ എന്തൊക്കെയാണ് അവിടുത്തെ വികസനം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവിടുത്തെ പ്രാദേശിക ലീഗിൻ്റെയോ അല്ലെങ്കിൽ UDFൻ്റെ ആൾക്കാർ. പക്ഷേ ജില്ലാ നേതൃത്വം നിർബന്ധമായിട്ടല്ല ഈ കാര്യങ്ങൾ കൊണ്ടുവന്നത്. അല്ല, ജില്ലാ നേതൃത്വം ആണല്ലോ അങ്ങനെ പ്രാദേശികമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ ഈ കരാറുണ്ടാക്കിയതും ഈ മാവൂർ പഞ്ചായത്തിന് വേണ്ടി കരാറുണ്ടാക്കിയതും ജില്ലാ നേതൃത്വമാണ്. അപ്പോൾ അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇങ്ങനെ ഒരു തീരുമാനം വരുന്നത്. കാരണം കോഴിക്കോട് ജില്ലയിൽ മൊത്തത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും UDF സംവിധാനം ഉണ്ടാക്കി മത്സരിക്കുകയാണ്. ആ മത്സരിക്കുമ്പോൾ പല സ്ഥലത്തും പല കരാറുകളുമുണ്ട്. ആ കരാറുകളൊക്കെ പാലിക്കപ്പെടണം. ശരി, അതോ പോട്ടെ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അടക്കമുള്ള ഈ ഉന്നത നേതൃത്വം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 805ഓളം വോട്ടുകൾ ഒരു തവണ നേടിയും വീണ്ടും 573ആയി. അപ്പം ഇതിൽ 232 വോട്ടുകളുടെ വ്യത്യാസം വന്നിരിക്കുന്നുണ്ട് ഈ വാർഡിൽ. അതായത് ലീഗിൻ്റെ അല്ലെങ്കിൽ UDFൻ്റെ കോട്ടയായിട്ടുള്ള സ്ഥലത്ത് ഇത്രയും വോട്ടുകളുടെ വ്യത്യാസം വരുന്നത് UDFൻ്റെ അകത്തുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണെന്നും അല്ലേ മനസ്സിലാക്കേണ്ടത്? അല്ല, അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും തികഞ്ഞ രാഷ്ട്രീയമായിട്ട് മാത്രമല്ല ആളുകൾ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതിപ്പോൾ എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ മാവൂർ പഞ്ചായത്തിൽ തന്നെ പറയാൻ സാധിക്കും. കാരണം ജനങ്ങൾ പാർട്ടി ബലം നോക്കിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ ആയിക്കോളണമെന്നില്ല. ഓരോ സ്ഥാനാർത്ഥികളായിട്ട് വരാം. അപ്പം ഇവിടെ പിന്നെ ഇപ്പോൾ കോൺഗ്രസ് മത്സരിച്ചു. അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുണ്ട്, UDFന് സ്ഥാനാർത്ഥിയുണ്ട്, LDFനുണ്ട്, SDPIക്കുണ്ട്, സ്വതന്ത്രനുണ്ട്, BJPക്കുണ്ട്. ഇവരെല്ലാവരും അവിടെ മത്സരിച്ച് മത്സരിച്ച കൂട്ടത്തിൽ മുസ്ലിം ലീഗിനെ അല്ലെങ്കിൽ UDFനെ റെപ്രസെൻ്റ് ചെയ്ത് മത്സരിച്ച് റസാഖിന് 271 വോട്ടാണ് ജയിച്ചത്. 573 വോട്ടാണ് അയാൾ പിന്നെ റസാഖിന് കിട്ടിയത്. താങ്കൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു വരട്ടെ. അതായത് ഒന്നെന്താണെന്ന് വെച്ചാൽ, അപ്പോൾ പ്രാദേശികമായിട്ട് ഞാൻ പറയാൻ കാരണം SDPൻ്റെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ അയാൾ മത്സരിക്കുന്നത്, ആ കാൻഡിഡേറ്റ് നിൽക്കുന്നത് ജനകീയ മുന്നണി എന്നതിൻ്റെ പേരിലാണ്. ആ ജനകീയ മുന്നണി SDP എന്ന അവകാശത്തോട് ഉന്നയിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ റിസൾട്ട് വന്നതിൻ്റെ ശേഷമാണ്. അതുവരെ SDPൻ്റെ പേര് അവിടെ പറഞ്ഞിട്ടില്ല. ജനകീയ മുന്നണി എന്ന് പറഞ്ഞിട്ടാണ് മത്സരിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ലീഗിൻ്റേതായ സ്ഥാനാർത്ഥി എന്ന് വേണമെന്ന് നിർബന്ധം പിടിച്ചിരുന്ന ആളുകളുണ്ട് അവിടെ. അതേപോലെ ഈ SDPIക്ക് ഇപ്പോൾ കിട്ടിയ 100 വോട്ടുകൾ അധികമായിട്ട് 302 വോട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ആ വോട്ടുകൾ UDFൻ്റെതാണ് എന്ന് പറയാൻ കഴിയില്ല. 175 വോട്ട്, 176 താങ്കൾ പറഞ്ഞ പ്രകാരമാണെങ്കിൽ ഒരു ആദ്യത്തെ തെരഞ്ഞെടുപ്പ് 125 വോട്ടുകളാണ് SDPക്ക് ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് 302 വോട്ടുകൾ. അപ്പോൾ അത് 176 വോട്ടുകൾ ഇവിടെ SDPക്ക് കിട്ടാൻ കാരണം അത് ഓരോ പാർട്ടിയുടെ വോട്ട് നോക്കുക. കാരണം ഇപ്പോൾ ഞാൻ പറയട്ടെ, LDFന് ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 215 നിങ്ങൾ പറഞ്ഞു, ഒരു വ്യത്യാസം അല്ല ഒന്നുമില്ല. അതിൻ്റെ മുമ്പ് തെരഞ്ഞെടുപ്പിലോ, അതിന് മുമ്പ് തെരഞ്ഞെടുപ്പിൽ 2015 തെരഞ്ഞെടുപ്പിൽ 320 വോട്ടുണ്ട് LDF കാൻഡിഡേറ്റിന് അവിടെ. ആ 320 വോട്ടുന്ന അവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 215. അല്ല, അത് വാർഡ് വിഭജനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് വാർഡ് വിഭജനം നടന്നിട്ടില്ല. നടന്നിട്ടില്ല. അത് അന്ന് വളപ്പിൽ ഈ മൈമുന മത്സരിച്ച സമയത്ത് അവർക്ക് 320 വോട്ടുണ്ട് LDFന്. അവിടെ നിന്നാണ് 320 വോട്ടിൽ നിന്നാണ് 215 വരുന്നത്.
അതേപോലെ തന്നെ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പം ഓരോ തെരഞ്ഞെടുപ്പുകൾ ഓരോ വാർഡുകൾ ഇപ്പം നോക്കി ഞാൻ പറയട്ടെ, ടി രഞ്ജിത്ത് മണക്കടവ് വാർഡിൽ ജയിച്ചു. മണക്കടവ് വാർഡിൽ നിന്ന് ജയിച്ചത് എന്താണെന്ന് വെച്ചാൽ RMPൻ്റെ വോട്ടർമാരാണോ ആടെ ഭൂരിപക്ഷവും? അല്ല, CPMൻ്റെ കോട്ടയനാടെ. അവിടുന്ന് രഞ്ജിത്ത് ജയിച്ചു വരികയാണ്. എന്തടിസ്ഥാനത്തിലാണ് അവരൊക്കെ RMP എന്നുള്ള ഉദ്ദേശിക്കുന്നുണ്ടോ? എന്നതുപോലെ ഇവിടെ ഇപ്പോൾ UDFനെ സംബന്ധിച്ചിടത്തോളം UDFൻ്റെ വോട്ട് മാത്രമാണ്, ആ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ വോട്ട് മാത്രമാണ് SDPI കൊണ്ടതെന്ന് പറയാൻ പറ്റില്ല. ഇല്ല, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം 19 വോട്ടുകളാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. അത് വളരെ കുറഞ്ഞ 9 വോട്ടായി. കാരണം ആ വോട്ട് മാറി. അടുത്ത സ്വതന്ത്ര എന്ന് പറയുന്ന 24 വോട്ടോളം, അതായത് 23 വോട്ട് സ്വതന്ത്രന്, 23 വോട്ട്. ശരി, റസാഖ് എന്ന് പറയുന്ന അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്ന 21 വോട്ടാണ്. അപ്പോഴും ഇവിടെ 176 വോട്ടുകളും SDPI കിട്ടാനുള്ള കാരണം, ഒന്ന്, കഴിഞ്ഞ തവണ LDF സ്ഥാനാർത്ഥി അന്ന് മത്സരിച്ചിരുന്നത് സ്വതന്ത്രനായിട്ടായിരുന്നു കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ. ഈ തവണ അവർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, അതായത് കോൺഗ്രസിൻ്റെ UDFൻ്റെ അകത്ത് ചേരിപ്പോര് നടക്കുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ വോട്ടുകൾ LDFന് കിട്ടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ചുറ്റിക അരിവാൾ നക്ഷത്രത്തിൽ അവർ സ്ഥാനാർത്ഥിയെ നിർത്തരുത്. പക്ഷേ അവരുടെ കണക്കൂട്ടൽ തെറ്റിച്ചുകൊണ്ടായിരുന്നു ഈ വോട്ടുകൾ മാറിയത്. കാരണം LDF വിചാരിച്ചത് അവരുടെ ചുറ്റിക അരിവാൾ, കാരണം മനസ്സിൽ പതിഞ്ഞ BJPക്ക് ഒരു ലീഗുകാരൻ ആ താമര ചിഹ്നത്തിൽ വോട്ട് ചെയ്യില്ല. അടുത്തത്, ഒരു ലീഗുകാരൻ ഒരിക്കലും ഒരു ചുറ്റിക അരിവാളിൽ ചെയ്യില്ല. അപ്പോൾ അത് നിന്ന് അവരുടെ മനസ്സിൽ. അതേസമയം സ്വതന്ത്ര സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ ഈ വ്യത്യാസം ഉണ്ടാവുമായിരുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? അത് വ്യത്യാസം ഉണ്ടാവുമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, ഈ തവണ സ്വതന്ത്രമല്ല, പാർട്ടി സ്ഥാനാർത്ഥി. അതെ, കഴിഞ്ഞ പ്രാവശ്യം സ്വതന്ത്രനായിട്ട് 215. ഈ 15 ഞാൻ പറയട്ടെ, ഇതൊക്കെ കഴിഞ്ഞ് ഇവർ ഭരണം നാട്ടും ഇവരുടെ കിറ്റും അതുപോലെ തന്നെ പിന്നെ കേരള നവോത്ഥാന യാത്രയൊക്കെ നടന്നിട്ട്, സദസ്സൊക്കെ നവോത്ഥാന സദസ്സൊക്കെ നടന്നിട്ടും ഈ പാർട്ടിക്ക് ഒരു വോട്ട് പോലും കൂടിയില്ല എന്നുള്ളത് അംഗീകരിക്കണം. അതിനൊരു കാരണം ഞാൻ പറയാം. SDPI കൂടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ലീഗും കോൺഗ്രസും തമ്മിലുള്ള വിഷയങ്ങൾ ആവശ്യമില്ലാതെ വഷളാക്കി അത് പ്രചരിപ്പിച്ചതിൽ ഈ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച രീതിയിലുള്ള CPMൻ്റെ പല നേതാക്കന്മാരുടെ ധാരണ അവരുടെ UDFൽ വളരെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ UDFൻ്റെ അകത്തുനിന്ന് നമുക്ക് ഈ വോട്ട് കിട്ടുമെന്ന് ധാരണയിലാണ് അവർ പ്രവർത്തിച്ചത്. പക്ഷെ അവരുടെ കണക്കൂട്ടിൽ തെറ്റിക്കൊണ്ടാണ് SDPI എന്ന് പറയുന്നത്. SDPI തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് SDPI ആയിട്ടല്ലല്ലോ അവർ മത്സരിച്ചു. അല്ല, പഴയ വീഞ്ഞ് പുതിയ കുപ്പി. അതെ, സംഗതി ശരി. പഴയ വീഞ്ഞ് PFI എന്ന് പറയുന്ന സംഘടനയുടെ രാഷ്ട്രീയ സംഘടനയാണ് SDPI എന്നുള്ള ഏത് ചെറിയ കുട്ടിക്ക് അറിയാം. അതെ, പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ അവർ ജനകീയ മുന്നണി എന്നുള്ള നേതൃത്വത്തിൽ വരുമ്പോൾ റിസൾട്ട് വന്ന് അതിൻ്റെ ശേഷം പിറ്റേന്നാണ് അവർ SDPI വോട്ട് എന്ന് പറഞ്ഞാൽ അവർ SDPIൻ്റെ പേര് നടത്തിയത്. അതുപോലെ തന്നെ അവർ നടത്തിയ പ്രകടനത്തിലോ അവരുടെ ഗ്രൂപ്പ് പ്രകടനത്തിലോ മുസ്ലിം ലീഗിൻ്റെ ഒരു മെമ്പറും പങ്കെടുത്തിട്ടില്ല. അവർ നടന്ന പ്രകടനത്തിൽ പങ്കെടുത്തായിട്ട് ഞങ്ങൾക്ക് വിവരമില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അവർ പിന്നെ മറ്റു കാര്യങ്ങളിലോ ബൂത്ത് പ്രവർത്തനത്തിലോ ഒന്നും കണ്ടിട്ടില്ല. ലീഗിൻ്റെ ആളുകൾ അങ്ങനെ പോയതായിട്ട് നമുക്ക്. പക്ഷേ ഇതുപോലൊരു സംഘടന, അതായത് ഇപ്പം ജനങ്ങളുടെ ഇടയിൽ ന്യൂനപക്ഷ വർഗീയത, അത് തീവ്രവാദ ഇതിലേക്ക് പോകുമ്പോൾ ജനങ്ങളുടെ ഉള്ളിൽ മുസ്ലിം ലീഗ്, കാരണം കേരളത്തിലെ വർഗീയതയ്ക്ക് തടസ്സമിടുന്നത് അല്ലെങ്കിൽ കോൺഗ്രസും ലീഗുമാണ്. കാരണം മതേതരത്വ ചിന്താഗതിയുള്ള രണ്ട് പാർട്ടികളാണ് കോൺഗ്രസും ലീഗും. അങ്ങനെയുള്ള പാർട്ടികൾ തമ്മിൽ ഈ വഴക്കുകളും പ്രശ്നങ്ങളും അധികാര കസേരയ്ക്കുള്ളിൽ നടക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ അവർക്ക് നേട്ടം കൂടുകയാണ്. താങ്കൾ മനസ്സിലാക്കേണ്ടത്, നിരോധിക്കപ്പെട്ട PFI എന്ന് പറയുന്ന സംഘടനയുടെ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലാക്കി വരുന്ന പോലെ തന്നെയാണ് SDPI. ഇത് ഇവിടുത്തെ സാധാരണക്കാരനെ, പണ്ടൊക്കെ ആയിരുന്നു നമുക്കറിയായിരുന്നു, വോട്ട് ചെയ്യുമ്പം ഇവിടുത്തെ ഉമ്മമാർക്കും അമ്മമാർക്കും അറിയില്ല, ചിഹ്നം പറഞ്ഞു കൊടുക്കണമായിരുന്നു. ഇന്ന് വാട്സപ്പ് മുതൽ എല്ലാം ഉപയോഗിക്കുന്ന അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇത് SDPI ആണ്. ജനകീയ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാലും അവരതിൻ്റെ ഇടയ്ക്ക് പല കാര്യങ്ങളും ചെയ്യുന്നു, നുഴഞ്ഞു കയറ്റം എന്ന് പറയാം. അങ്ങനെ നുഴഞ്ഞു കയറി കഴിഞ്ഞാൽ ലീഗിൻ്റെ ഇപ്പോഴുള്ള ആൾക്കാരുടെ വോട്ടുകളാണ് മാറിക്കൊണ്ട്, അതായത് 132ഓളം അല്ലേ 232 വോട്ടുകൾ മാറിപ്പോയി. UDFൻ്റെ വോട്ടുകളാണത് മാറിയിരിക്കുന്നത്. അത് UDFൻ്റെത് എന്ന് മാത്രം പറഞ്ഞുകൂടാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, CPMന് നേരത്തെ കിട്ടിയ 320 വോട്ട് 215 ഈ പ്രാവശ്യം. അതിൻ്റെ ഞാൻ 2015 തെരഞ്ഞെടുപ്പിലാണ് ഞാൻ പറയുന്നത്. മൈമുന അവിടെ മത്സരിച്ച സമയത്ത് LDFൻ്റെ സ്ഥാനാർത്ഥിക്ക് 320 വോട്ട് കിട്ടിയിട്ടുണ്ട്.
ആ 300 വോട്ടാണ് പിന്നെ 215 പോകുന്നത്. അതേപോലെ തന്നെ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന് അവിടെ എത്ര മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ധാരണ ഉണ്ട്. ആ ധാരണ വെച്ചുകൊണ്ട് പോകുമ്പോൾ ഇവരെ പ്രവർത്തനങ്ങളിലോ SDPI എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ സംഘടനയല്ല, ജനാധിപത്യ സംവിധാനത്തിന് അത് നിങ്ങളുടെ അണികളുടെ വോട്ടല്ലേ ഇതിൽ പോയിരിക്കുന്നത്. ഞങ്ങൾ ഈ പറയുന്ന 232 വോട്ടുകൾ അവർക്ക് കിട്ടണമെങ്കിൽ അതിൽ ഇത്രയും പേര് ലീഗിന്റെ വോട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വോട്ടോ അങ്ങനെ പറയാൻ കഴിയുമോ? കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന്, ഇവിടെ ഓരോ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ CPM അവിടെ പിരിച്ചുവിട്ട് പോയ മണക്കടവ് ഇല്ലല്ലോ, അവിടെ ഇവർ ജയിച്ചു പോയിട്ട് എത്ര വോട്ടുണ്ട് RMPക്ക് ആ വാർഡിൽ? ആളുകൾ ചെയ്യുന്ന ഓരോരുത്തരും ഓരോ കുടുംബ ബന്ധങ്ങൾ, അതുപോലുള്ള സ്വാധീനങ്ങൾ, ഇതൊക്കെ ഈ വ്യക്തിപരമായ ബന്ധങ്ങൾ, ഇതൊക്കെ അതിന് ഉപയോഗിക്കുകയാണ്. അത് SDPI ആണ് ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അവർ സമീപിച്ചിട്ടില്ല. താങ്കൾ മനസ്സിലാക്കേണ്ടത് 13ാം വാർഡിൽ മറ്റ് RMPയുടെ മറ്റ് വിഷയങ്ങളായിരുന്നു. 13ാം വാർഡിൽ ഇത്രയും മാറ്റങ്ങൾ വരികയാണ്. അതായത് LDF UDF 1ാം സ്ഥാനം UDFനും 2ാം സ്ഥാനം LDF ഉണ്ടാവുന്നത്, 2ാം സ്ഥാനത്തേക്ക് SDPI എന്ന് പറയുന്ന ഒരു കക്ഷി കടന്നു കയറുകയാണ്. ഇവിടെ സംഭവിക്കുന്നത് ന്യൂനപക്ഷ വർഗീയത തീവ്രവാദത്തിൻ്റെ ഒരു ചലനമല്ലേ? അതെ, ഞാൻ പറയുന്നത് അത് അത്തരം വർഗീയ ശക്തികൾക്ക്, തീവ്രവാദ ശക്തികൾക്ക് ഒരിക്കലും പിൻബലം നൽകരുത് എന്ന് തന്നെയാണ് UDFിൻ്റെ രാഷ്ട്രീയമായ വീക്ഷണം അത് തന്നെയാണ്. എന്നാൽ അതിന് സഹായകമായി നിൽക്കേണ്ട LDF ഈ സന്ദർഭം ശരിക്കും ഉപയോഗപ്പെടുത്തി തന്ത്രപരമായിട്ട് അവർ അടവ് നയം പറഞ്ഞിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കാനും ഈ UDFിൻ്റെ പിന്നെ സഖ്യത്തിനെ, അതുപോലെ കോൺഗ്രസിനും ലീഗിനെയൊക്കെ വിമർശിച്ചുകൊണ്ട് അവർ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇടപെടുന്നു. അപ്പോൾ എന്താണ് ഇതൊരു അപകടം ചെയ്യുമെന്നുള്ള ധാരണ LDF മനസ്സിലാക്കേണ്ടതാണ്. അവരത് മനസ്സിലാക്കിയിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആവശ്യമില്ലാത്ത, ഇപ്പോൾ മരിച്ച കരീമിനെ സംബന്ധിച്ചുള്ള നേരത്തെ പറഞ്ഞതുപോലുള്ള ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുകയും അങ്ങനെ പീഡിപ്പിച്ചു മറ്റതാക്കി എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത പിന്നെ വിഷയങ്ങളിൽ അവർ ആവശ്യമില്ലാതെ പിന്നെ അടുത്തത് വേറൊന്ന് ഞാൻ പറയുന്നത്, നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട മതം എന്ന് പറയുന്ന മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അതിൻ്റെ ഭാഗം തന്നെയായിരുന്നു വളപ്പിൽ റസാക്ക് ഈ മത്സരിക്കുമ്പോൾ പള്ളിക്കെതിരായിട്ടുള്ളൊരു കാര്യം വന്നത്. അതും ഇതിൻ്റെ അകത്ത് സ്വാധീനം ചെലുത്തിയ ആയിട്ട് താങ്കൾക്ക് തോന്നുന്നു? പള്ളീൻ്റെ ഇത് ഞാൻ പറയാം, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പ് എന്നുള്ളതിനോട് എനിക്ക് അഭിപ്രായമില്ല. ഞാനൊരു മതവിശ്വാസിയാണ്, അതുകൊണ്ട് അത് ശരിയല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് തന്നെയാണ് ഊമക്കത്ത് പ്രചരിപ്പിച്ചതിന് പിന്നിലൊക്കെ ഇവരൊക്കെ ഉണ്ട്. ഈ പറയുന്ന SDPI വരരുത് എന്ന് ആഗ്രഹിക്കുന്നവരും SDFിനെ വളർത്തരുത് എന്ന് ഈ ആളുകളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നവരൊക്കെ ഈ നോട്ടീസിൻ്റെ പിന്നിലുണ്ട്. ഞങ്ങൾക്കറിയാം ആരാ നോട്ടീസ് ഇറക്കിയതെന്നും ആരാണ് പ്രിന്റ് ചെയ്യാൻ. എങ്ങനെ? അതിന് പേരില്ല, അഡ്രസ്സും ഇല്ല. ഊമക്കത്ത് കണ്ടുപിടിക്കുന്ന പോലീസിൻ്റെ ജോലിയാണ്. അതെ, നമ്മളിപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട്. സ്ഥാനാർത്ഥി തന്നെ അതിൽ നമ്മളെ വളപ്പിൽ റസാക്ക് തന്നെ അതിന് പരാതി കൊടുത്തിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കാനും അതിൻ്റെ പിന്നിലൊക്കെ പ്രവർത്തിക്കാനും ഈ LDFിൽ നിന്ന് താങ്കൾ പറയുന്നത് താങ്കൾ 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസൽമാൻ, അങ്ങനത്തെ ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം മയക്കുന്ന കറുപ്പൊക്കെ വിടട്ടെ, മയക്കുന്ന കറുപ്പ് വിടട്ടെ, 5 നേരം നിസ്കരിക്കുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം പള്ളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് ഒരു കത്ത് വരുമ്പോൾ അതൊരു വിശ്വാസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതല്ലേ. അവസാന നിമിഷങ്ങളിൽ തലേ ദിവസമാണ് ഈ കാര്യങ്ങൾ എല്ലാവരുടെ കയ്യിലെത്തുന്നത്. അത് തന്നെ ഈ ഇതിൽ പ്രവർത്തിച്ചത് പള്ളി കമ്മിറ്റി എന്ന് പറയുമ്പോൾ പള്ളി കമ്മിറ്റിൻ്റെ ആളുകളല്ല. ഇത് ഈ രാഷ്ട്രീയമായി ഇതിന് നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ദുഷ്ടശക്തികളാണ് അതിൻ്റെ പിന്നെ പ്രവർത്തിച്ചത്. സത്യമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങളാണ്. അങ്ങനെ കമ്മിറ്റിക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായി, പള്ളിക്ക് അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. പള്ളി കമ്മിറ്റിയല്ലേ ഇയാളുടെ പേരിൽ പിന്നെ പ്രസ്ഥാനം ഇറക്കേണ്ടത്? എന്താ പറയാൻ പ്രയാസം പള്ളി കമ്മിറ്റിക്ക്? പള്ളി കമ്മിറ്റീൻ്റെ പ്രസിഡൻറ്റും സെക്രട്ടറിയും ഖജാൻജിയും എക്സിക്യൂട്ടീവ് മെമ്പർമാരൊക്കെ അവിടെ ഇല്ലേ? അവരാരും പറഞ്ഞില്ലല്ലോ. പിന്നെ ഇലക്ഷൻ്റെ തലേന്ന് ഇങ്ങനെ തന്ത്രം ഉപയോഗിക്കാൻ കാരണം എന്താണ്? അത് വഞ്ചനയാണ്, ചതിയാണ്. കാരണം മതത്തിൻ്റെ പേരിൽ അത് വോട്ട് നേടാൻ വേണ്ടിയുള്ള ഇത്തരം സ്വാധീനിച്ചു. അല്ലാതെ നിങ്ങളുടെ UDFിൻ്റെ വടംവലിക്ക് അപ്പുറത്തായിട്ട് മതത്തിൻ്റെ ഈ സാധനങ്ങൾ വന്നോട് കൂടിയിട്ട് വളരെ തന്ത്രപരമായിട്ടായിരുന്നു ഈ ഊമക്കത്ത്. അതുണ്ടായിരുന്നു. അത് തന്നെയാണ് ആ ഊമക്കത്ത് അവർ പ്രചരിപ്പിക്കുകയും ചെയ്തു. അത് കുറച്ച് ആളുകളുടെ കയ്യിലൊക്കെ അത് എത്തുകയും ചെയ്തു. പക്ഷേ ഈ പള്ളി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു വിഷയമില്ല. പള്ളി കമ്മിറ്റി അങ്ങനെ പരാതിയില്ല. പിന്നെ ആർക്കാണ് അവിടെ പരാതി? ഇവിടെ ഇപ്പം നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അന്ന് ഇയാൾ ഇപ്പോൾ വളപ്പിൽ റസാക്ക് മെമ്പർ, പിന്നെ അയാളെ സംബന്ധിച്ചിടത്തോളം അയാളിപ്പോൾ പള്ളിക്ക് എതിരായി പ്രവർത്തിക്കുന്ന ആളല്ല. അയാളെ വല്യാപ്പയാണ് മൗരങ്ങാടിയിലെ പള്ളി സ്ഥലം അറിയാവുന്ന കാര്യം. ന്യൂനപക്ഷ
സംരക്ഷണം അല്ലെങ്കിൽ ജാതി മത വ്യത്യാസമില്ലാതെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ മുസ്ലിം ലീഗിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷേ ഇവിടെ വരുന്ന ന്യൂനപക്ഷ വർഗീയ തീവ്രവാദ സംഘടനകൾക്ക് പ്രോത്സാഹനം മാറുന്നതിൽ നിങ്ങൾ ഇനിയിപ്പം അവിടെ നിന്ന് ജയിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചു, പക്ഷെ അവിടെ ഒരു ക്യാമ്പയിൻ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഒരു വർഗീയ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് നമ്മളെപ്പോലുള്ള മലബാർ മേഖലയിൽ ഇല്ലാത്തൊരു ഇതാണ്. അപ്പോൾ അതേക്കുറിച്ചിട്ട് ലീഗ് അല്ലെങ്കിൽ UDF പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കും? UDF തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ നിങ്ങൾ അന്വേഷിച്ചാൽ അത് മനസ്സിലാവും. എല്ലാ തെരഞ്ഞെടുപ്പ് കുടുംബയോഗങ്ങളിലും വ്യക്തമായിട്ട് ഞങ്ങളെ കാര്യം പറഞ്ഞതാണ്. ഒരു കാരണവശാലും SDPI പോലുള്ള ഒരു തീവ്രവർഗീയ പ്രസ്ഥാനങ്ങൾക്ക് നിങ്ങളൊരു വോട്ടും നൽകാൻ പാടില്ല. നോട്ടക്ക് വോട്ട് ചെയ്താലും SDPIക്ക് വോട്ട് ചെയ്തെന്ന് എല്ലാ കുടുംബയോഗങ്ങളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് വ്യക്തിപരമായിട്ട്. അത്ര കർശനം. കാരണം മുസ്ലിം ലീഗ് വളരെ കരുതലോടെ നോക്കിക്കാണുന്നൊരു വിഷയമാണ്. ഇന്ത്യ രാജ്യത്ത് നമ്മുടെ ജനാധിപത്യവും നമ്മുടെ സംസ്കാരവും മതേതരത്വവും അതിനൊരു കോട്ടം തട്ടാതെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ മുസ്ലിം ലീഗ്. അത് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ദേശീയ നേതാക്കളൊക്കെ പലവരും പറഞ്ഞിട്ടുള്ളതും പല പ്രാവശ്യം തെളിയിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ ആ ഒരു പഞ്ചായത്ത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് അതിന് വ്യത്യസ്തമായി നിൽക്കാൻ സാധിക്കില്ല. ഞങ്ങൾക്ക് ഇത്തരം ഒരു വർഗീയ സംഘടനയും പ്രോത്സാഹിപ്പിക്കാനോ അതിനുവേണ്ടി ഓർക്ക് വേണ്ടി സംഭവിച്ചത് പല കാര്യങ്ങൾ. അതിൻ്റെ അകത്ത് ഒരുപാട് ആളുകൾക്ക് UDF അല്ലാതെ LDFനും അതുപോലെ തന്നെ ആ സാഹചര്യത്തിനൊക്കെ അതിൻ്റെ അകത്ത് റോളുണ്ട്. ആ റോൾ കൊണ്ട് വന്നതാണ്. അത് യാദൃശ്ചികമായിട്ട് ലീഗ് വിരുദ്ധമായിട്ട് ആരും ആ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. കാരണം ഒരു മീറ്റിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഭാഷണത്തിലോ ലീഗിനെതിരായിട്ടല്ല. അത് ചിലപ്പോൾ സ്വാഭാവികമായിട്ടും എന്താണെന്ന് ചോദിച്ചാൽ അവിടെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളോ അല്ലെങ്കിൽ ചെറിയ വിഷയം റോഡിൻ്റെ വിഷയങ്ങളൊക്കെ ആവശ്യമില്ലാതെ പൊക്കിയുണ്ടാക്കി അവിടെ പറമ്പന്തളത്തിലൊരു റോഡിന് വെള്ളമൊലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാക്കി ആവശ്യം ജനങ്ങളോട് അത് UDF എന്ന നിലയിലും ലീഗ് എന്ന നിലയിലും താങ്കൾക്ക് ജനങ്ങളോട് പറയാനുള്ള സന്ദേശം എന്താണ്? UDF അതുപോലെ വിശേഷിച്ച മുസ്ലിം ലീഗ് എന്നും ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അതിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി ജനങ്ങളെ സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ ദേശീയ സംസ്ഥാന നേതാക്കളൊക്കെ ആ കാര്യം പലപ്പോഴും പറഞ്ഞിട്ടുള്ളതും ആവർത്തിച്ചിട്ടുള്ളതും അത് പ്രവർത്തിച്ച് കാണിച്ചിട്ടുള്ളതുമാണ്. ഏറ്റവും പ്രക്ഷുബ്ധമായ സന്ദർഭങ്ങളിലൊക്കെ ഇന്ത്യൻ്റെ മഹത്തായ പാരമ്പര്യം, ആ ജനാധിപത്യം, മതേതരത്വം, ഭരണഘടനാപരമായ മൂല്യങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. അതിൽ ഒതുങ്ങി നിൽക്കുന്നത് തന്നെ അതിൽ നിന്ന് ഒരു ചാഞ്ചാട്ടവും മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. മാവൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിനോ UDFനോ അതിൽ വേറിട്ട് നിൽക്കാനും സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് ഇന്ത്യൻ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും ശക്തി പകരലാണ്. അത്തരം നേതാക്കന്മാരുടെ കരങ്ങൾക്ക് ശക്തി പകരലാണ് ഞങ്ങളുടെ പ്രഖ്യാപിതമായ നയവും ലക്ഷ്യവും എന്ന് ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ജനങ്ങളുടെ ചോദ്യത്തിന് മാവൂർ മീഡിയയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ഒരുപാട് നന്ദിയുണ്ട്. നന്ദി, നമസ്കാരം. Invest your sleep on right mattress. Forwish mattress for healthy sleep. Kadodi Gold and Diamonds, Mavur, Puvattuparambur.